വടക്കൻ കേരളത്തിൽ എടുത്തു നോക്കിയാൽ ഇപ്പോൾ മറ്റ് കോഴിക്കോടോ കാസർഗോഡോ മണ്ഡലങ്ങളിത് പോലെയല്ല. വടകര ലോക്സഭാ മണ്ഡലം ശക്തമായ രാഷ്ട്രീയ പ്രചാരണം കൊണ്ട് ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമാണ്. ഷാഫി പറമ്പിലിന്റെ ഒരു സർപ്രൈസ് എൻട്രിക്ക് പുറമെ തന്നെ മറ്റ് വിഷയങ്ങൾ, പാനൂർ സ്ഫോടനമടക്കം, ഒപ്പം തന്നെ കെ ശൈലജയ്ക്കെതിരായ അധിക്ഷേപം എന്ന പരാമർശം, പിന്നീട് അതിനുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് വടകര. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലം തന്നെയാണത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു പ്രസ്റ്റീജ് സീറ്റ് കൂടിയാണ്. ഈ വടകര മണ്ഡലത്തിലെ വാർത്തകൾക്കൊപ്പം മറ്റ് മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ കൂടി ഇന്ന്. തീർച്ചയായും ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ മലബാറിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വടകര. നമുക്കറിയാം, വടകരയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മാറി വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ CAA ഉയർത്തിപ്പിടിച്ചുകൊണ്ട് LDF റോഡ് ഷോകൾ നടത്തുന്നു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ മറുപടിയായി റോഡ് ഷോകൾ വരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം സൈബർ ആക്രമണത്തിൻ്റെ തരത്തിലുള്ള വലിയ വാർത്തകൾ ഉണ്ടാകുന്നു. ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു, വ്യാജ വീഡിയോ എന്ന ആരോപണം വരുന്നു, അതിന് മറുപടികൾ ഉണ്ടാകുന്നു. തൻ്റെ അറിവോട് കൂടി ഒരു തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. പിന്നാലെ അത് പരാതികളും കേസുകളുമായി മാറുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മറിഞ്ഞാണ് വടകരയിൽ രാഷ്ട്രീയ പോരാട്ടം കനത്തത്. മലബാറിൽ ഏറ്റവും പ്രധാനമായ, എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര. നമുക്കറിയാവുന്ന പോലത്തെ ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള മണ്ണാണ് എങ്കിൽ കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു കാഴ്ച നമ്മൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നു. ഇപ്പോൾ വടകരയിൽ ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് മലബാറിലേക്ക് വരുമ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ 15 വർഷമായി MP ആയി നിൽക്കുന്ന MK രാഘവനും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ എളമരം കരീമും തമ്മിലാണ് പ്രധാനമായും ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇവിടെയും പലതരത്തിലും മലബാറിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മാറി വന്നു. CAA നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് വടകര മണ്ഡലങ്ങളെ പ്രധാനമായി സ്വാധീനിക്കുന്ന വിഷയം ഈ സമസ്ത ലീഗ് തർക്കം പ്രധാനമായി ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ചർച്ചാ വിഷയമായി ഉയർന്നു നിൽക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഉമർ ഫൈസി മുക്കം, സമസ്തയുടെ മുഷാവറാംഗവും സമസ്ത സെക്രട്ടറിയുമൊക്കെ ആയ ഉമർ ഫൈസി മുക്കം ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ ആഞ്ഞടിച്ചുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. അത് സമസ്തയിലെ നേതൃത്വം എന്താ ഈ കാര്യത്തിലൊരു കൃത്യമായ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യമുണ്ട്. അത് സമസ്തയുടെ നിലപാടാണോ അല്ലേ എന്നുള്ളതിൽ നിലപാട് വ്യക്തമാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സമസ്തയ്ക്കകത്തിരുന്നുണ്ടാകുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ലീഗിൻ്റെ വോട്ടിംഗ് പാറ്റേണിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ചർച്ചകളുണ്ടാകുന്നു. അപ്പോൾ വടകരയിലും കോഴിക്കോടുമൊക്കെ ഈ വോട്ടിംഗ് പാറ്റേൺ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ള ചർച്ചകൾ പ്രധാനമായും ഉയർന്നു വരികയാണ്. അപ്പോൾ ആ തരത്തിൽ വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു അവസാനഘട്ട പ്രചാരണത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ കൊട്ടിക്കലാശം നടക്കുമ്പോൾ കോഴിക്കോടും വടകരയും ഒക്കെ കൊട്ടിക്കലാശത്തിന് നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ കൊട്ടിക്കലാശത്തിന് ചില നിയന്ത്രണങ്ങൾ കൂടി കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികൾ നേരിട്ട് മുഖാമുഖം വരുന്ന കൊട്ടിക്കലാശം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് നാളെ കണ്ട് തന്നെ അറിയേണ്ടതാണ്. ഏതായാലും ആവേശം അതിൻ്റെ കൊടുമുടിയിലേക്ക് നീങ്ങുകയാണ്. മലപ്പുറത്തേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ET മുഹമ്മദ് ബഷീറും വസീഫും, ഇടതുപക്ഷത്തിൻ്റെ വസീഫും തമ്മിൽ പോരാട്ടം നടക്കുന്നു. റോഡ് ഷോകളാണ് പ്രധാനമായും അവസാന ഘട്ടത്തിൽ മലപ്പുറം മണ്ഡലത്തിലും ഉള്ളത്. പൊന്നാനി ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് പൊന്നാനി. നമുക്കറിയാവുന്ന പോലെ തന്നെ അബ്ദുസമദ് സമദാനിയും KS ഹംസയും തമ്മിലുള്ള പോരാട്ടം. മുസ്ലിം ലീഗ് സെക്രട്ടറി ആയിരുന്ന KS ഹംസയെ ഇടതുപക്ഷം LDF സ്ഥാനാർത്ഥിയായി നിർത്തുന്നു. അത് സമസ്തയുടെ സ്ഥാനാർത്ഥിയാണെന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ പ്രചാരണം വരുന്നു. പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ, അതായത് സമസ്തയുടെ പേരിൽ നടക്കുന്ന പല പ്രചാരണങ്ങളും ഉണ്ടാകുന്നത് സമസ്ത പിൻവലിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഒരു ഓൺലൈൻ ക്യൂസ്, സമസ്തയുടെ പേരിൽ ഒരു ഓൺലൈൻ ക്യൂസ് തന്നെ നടക്കുന്നു. അതിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ, ലീഗ് നേതൃത്വത്തെ വിമർശിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉള്ള ഓൺലൈൻ ക്യൂസ് കോമ്പറ്റീഷൻ നടക്കുന്നു. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ മലബാറിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ സ്വിംഗ് വോട്ടുകൾ, ഈ പ്രത്യേകിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത സ്വിംഗ് വോട്ടുകളുണ്ടാകും. ആ വോട്ടുകൾ ആർക്ക് എന്നുറപ്പിക്കാനുള്ള അവസാനപ്പെട്ട ഓട്ടത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. ആ തരത്തിൽ പ്രചാരണം അതിന് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സ്ഥിതിയാണ് മലബാർ. തീർച്ചയായും ഷംസീർ, അങ്ങനെ വടക്കൻ കേരളത്തിൽ നിന്നും പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്.